വിപ്ലവ നായിക KR ഗൗരിയമ്മയ്ക്ക് സ്മരണകൾ നിലനിർത്താൻ തക്കവിധത്തിലുള്ള ദേശീയതലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന സ്മാരകം അരൂരിൽ നിർമ്മിക്കുമെന്ന് ഡെപ്യൂട്ടി സ്പീക്കറും അരൂർ MLAയുമായ ഷാനിമോൾ പറഞ്ഞു. തുറവൂർ പാട്ടുകുളങ്ങരയിലെ MLA ക്യാമ്പ് ഓഫീസിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് ഷാനിമോൾ ഇക്കാര്യം വ്യക്തമാക്കിയത്. ഇതിനായി 1 കോടി രൂപ ബഡ്ജറ്റിൽ അനുവദിച്ചതായി MLA പറഞ്ഞു. മറ്റൊന്ന്, നമ്മൾ 1 കോടി രൂപ ഇവിടുത്തെ ഒരു വിപ്ലവ നായികയാണ്. ഈ അരൂർ നിയോജക മണ്ഡലത്തിലെ ജനപ്രതിനിധിയായി ദീർഘകാലം ഇരുന്നിട്ടുള്ള കേരളത്തിൽ ഒട്ടേറെ കാര്യങ്ങൾക്ക്, വിപ്ലവ തീരുമാനങ്ങൾക്ക് പിന്നിൽ ഉണ്ടായിട്ടുള്ള ഗൗരിയമ്മയുടെ സ്മരണ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ 1 കോടി രൂപ വെച്ചൊരു സ്മാരകം, ആ സ്മാരകം ഏത് തരത്തിലായിരിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച് നമ്മൾ ആലോചിക്കാൻ പോകുന്നത്. സ്ഥലം നമ്മൾ കണ്ടെത്തും. ഗവൺമെന്റ് എടുത്തു തരണം നമ്മൾ പറഞ്ഞിട്ടില്ല. സർക്കാർ നമുക്ക് ഈ പണം തന്നിരിക്കുന്ന ഈ വർഷത്തേക്കാണ്. ഇനി വീണ്ടും ഇതിന്റെ പണി എന്ന് പറയുന്നത് പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് സ്ഥലം കണ്ടെത്തണം. ഏത് രീതിയിലുള്ള ഒരു ഉചിതമായ സ്മാരകമാണ് എന്നുള്ളതിനെ സംബന്ധിച്ച് ശ്രദ്ധിക്കണം. നമ്മുടെയൊക്കെ മനസ്സിലുള്ളത് സാധാരണഗതിയിലുള്ള ഒരു ചെറിയ സംഭവമല്ല. ദേശീയ തലത്തിൽ തന്നെ ഗൗരിയമ്മയെ പോലെയുള്ള വളരെ ദീർഘകാലം പൊതുരാഷ്ട്രീയ രംഗത്ത് നിലകൊണ്ടിട്ടുള്ള നിരവധി നിയമനിർമ്മാണ സഭകളിലെ ഇടപെടലുകൾ അടക്കം നടത്തിയിട്ടുള്ള ഒരു വ്യക്തിത്വം എന്നുള്ള നിലയിൽ ഒരു ദേശീയ തലത്തിൽ ശ്രദ്ധിക്കുന്ന തരത്തിലുള്ള ഒരു ഉചിതമായ സ്മാരകമാണ് നമ്മുടെ മനസ്സിലുള്ളത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ഒക്കെയായി ഇത് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഇതിനെ സംബന്ധിച്ച് നമ്മൾ വീണ്ടും പല തലങ്ങളിലായിട്ട് ചർച്ച ചെയ്ത് ഏത് രീതിയിലായിരിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ചൊക്കെ തീരുമാനമെടുക്കും. അരൂർ മണ്ഡലത്തിൽ നടപ്പാക്കുന്ന വികസന പ്രവർത്തനങ്ങൾ പങ്കുവെക്കുന്നതിനാണ് വാർത്താ സമ്മേളനം നടത്തിയത്. അന്ധകാനഴി ഇല്ലിക്കൽ വെസ്റ്റ് റോഡ് നിർമ്മിക്കുന്നതിന് 2.5 കോടി രൂപ അനുവദിച്ചു. ശോചനീയാവസ്ഥയിലുള്ള പാണാവള്ളി സബ് രജിസ്ട്രാർ ഓഫീസിന് പുതിയ കെട്ടിടം പണിയുന്നതിന് 75 ലക്ഷം രൂപ അനുവദിച്ചു. പണികൾ ഉടൻ ആരംഭിക്കും. പെരുമ്പളം പഞ്ചായത്തിൽ വാർത്തിക്കാട് പൂത്തോട്ട പാലത്തിനായി 100 കോടി രൂപ അനുവദിച്ചു. പെരുമ്പളത്തുകാർക്ക് പാലം വരുന്നതോടെ കോട്ടയത്തേക്കും എറണാകുളത്തേക്കും വേഗത്തിലെത്താൻ കഴിയുമെന്ന് MLA പറഞ്ഞു. സർക്കാരിനോട് ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. തുറവൂർ മാക്കേക്കടവ് റോഡ് പാർശ്വ സംരക്ഷണവും സൈഡ് ടൈൽ വിരിക്കണം. അതിന് 2.5 കോടി രൂപ ബഡ്ജറ്റിൽ പ്രൊവിഷനാക്കിയിട്ടുണ്ട്. കാലാവസ്ഥയൊക്കെ അനുകൂലമായി കഴിഞ്ഞാൽ അതിൻ്റെ പ്രവൃത്തിയുമായിട്ട് മുന്നോട്ട് പോകും. രണ്ടാമത് ചെങ്ങണ്ട തൃച്ചാറ്റുകുളം റോഡ് ചെയിനേജ്, അത് നമുക്ക് പുനരുദ്ധാരണത്തിന് വേണ്ടി 2 കോടി രൂപ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് ബഡ്ജറ്റിൽ. അതും വളരെ പെട്ടെന്ന് തുടങ്ങാം. അറിയാം, ഏകദേശം 3-4 പഞ്ചായത്തുകളെ കണക്ട് ചെയ്ത് പോകുന്ന ഒരു റോഡാണ്. ആ റോഡ് മുഴുവൻ MLA റോഡ് മുഴുവൻ പൊട്ടിപ്പൊളിഞ്ഞ് യാത്ര ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലാണ് കിടക്കുന്നത്. അന്ധകാരനഴി ഇല്ലിക്കൽ വെസ്റ്റ് മലക്കോടം റോഡ് VMBC, അത് ആ വർക്കിന് നമ്മൾ 2.5 കോടി രൂപ മാറ്റി വെച്ചിട്ടുണ്ട്, ബഡ്ജറ്റിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. പിന്നെ പാണാവള്ളി സബ് രജിസ്ട്രാർ ഓഫീസിലെ കെട്ടിടം താഴെ വീഴാൻ പോകുന്നു എന്നുള്ള വാർത്ത നിങ്ങൾ പ്രസിദ്ധീകരിച്ചതാണ്. നമ്മൾ അപ്പം തന്നെ അത് അവരെ, കാരണം ഒരു കാറ്റൊക്കെ അടിച്ച് എന്തെങ്കിലും കാഷ്വാലിറ്റി ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതുകൊണ്ട് അതിനുവേണ്ടി സബ് രജിസ്ട്രാർ ഓഫീസിലെ കെട്ടിടത്തിന് വേണ്ടി 75 ലക്ഷം രൂപ വകവെച്ചു. ഈ വർക്കുകളെല്ലാം വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ തുടങ്ങും. അതുമായി ബന്ധപ്പെട്ട മീറ്റിങ്ങിലൊക്കെ ഉദ്യോഗസ്ഥ തലത്തിൽ വെച്ച് ചേർത്തിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ ആ വർക്കുകൾ തുടങ്ങുമെന്നുള്ളത് അറിയിക്കാം. ചെല്ലാർ മുതൽ അന്ധകാനഴി വരെ കടൽഭിത്തി നിർമ്മിക്കും. ഇതിനായി 100 കോടി രൂപ അനുവദിച്ചു. അരൂർ മണ്ഡലത്തിലെ വെള്ളക്കെട്ട് പരിഹരിക്കുന്നതിനായി കൈതപ്പുഴ വേമ്പനാട് കായൽ തീരത്ത് കല്ലുകെട്ടും. എക്കൽവാരി നീരൊഴുക്ക് സുഗമമാക്കും. ഇതിനായി 100 കോടി രൂപ അനുവദിച്ചു. എരമല്ലൂർ കൊതപുറം പാലത്തിനായി 40 കോടി രൂപ ടോക്കണായി അനുവദിച്ചു. തിരഞ്ഞെടുപ്പ് പ്രചാരണ കാലത്ത് ഏറെ ശ്രദ്ധയിൽപ്പെട്ട ഒന്നാണ് രൂക്ഷമായ കുടിവെള്ള പ്രശ്നം. സാങ്കേതിക കാരണങ്ങൾ നിരത്തി വാട്ടർ അതോറിറ്റി വർഷങ്ങളായി ഒഴിഞ്ഞു മാറിക്കൊണ്ടിരിക്കുകയായിരുന്നുവെന്ന് MLA പറഞ്ഞു. ഇതിന് പരിഹാരമായി 4 കുളങ്ങര ക്ഷേത്രത്തിന് സമീപം പുതിയ വാട്ടർ ടാങ്ക് നിർമ്മിക്കും. ഇതിനായി 5 കോടി രൂപ അനുവദിച്ചു. തുറവൂരിലെ വലിയ പ്രശ്നങ്ങളിൽ ഒന്നാണ് തുടർച്ചയായി വൈദ്യുതി വിതരണം തടസ്സപ്പെടുന്നത്. ഇതിന് പരിഹാരമായി തുറവൂരിൽ 11 kV സബ്സ്റ്റേഷൻ ആരംഭിക്കും. ഇതിനായി 160 കോടി രൂപ അനുവദിച്ചു. ദേശീയപാതയുമായി ബന്ധപ്പെട്ട് പുത്തൻചന്തയിലെ അടിപ്പാത പരിഗണനയിൽ എത്തിച്ചു. കൂടാതെ അശാസ്ത്രീയ കാന നിർമ്മാണത്തിനും പരിഹാരമായി. കഴിഞ്ഞ സർക്കാർ തുടങ്ങിവെച്ച അരൂരിലെ ചില പ്രവർത്തനങ്ങൾക്ക് തുടർച്ചയുണ്ടാകുമെന്നും ഷാനിമോൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു.